ആതുര സേവന രംഗത്തും ജീവകാരുണ്യ പ്രവർത്തനത്തിലും വളരെ സജീവമായിരുന്നു അത്തനേഷ്യസ് യോഹാൻ മെത്രാപ്പൊലീത്ത എന്ന KP യോഹന്നാൻ. സാധാരണ ഒരു കർഷക കുടുംബത്തിൽ ജനിച്ച് വളരെ പ്രശസ്തിയിലേക്ക് ഉയർന്ന KP യോഹന്നാൻ എന്ന സുവിശേഷ പ്രസംഗകൻ പെട്ടെന്നാണ് പ്രശസ്തിയിലേക്ക് ഉയർന്നത്. കുട്ടനാട്ടിലെ നിരണത്ത് 1950 ഒരു സാധാരണ കർഷക കുടുംബത്തിലാണ് KP യോഹന്നാന്റെ ജനനം. ചെറുപ്രായത്തിലെ തന്നെ ബൈബിൾ വായനയിലേക്ക് കടന്ന യോഹന്നാൻ 16-ാം വയസ്സിലാണ് ഓപ്പറേഷൻ മൊബിലൈസേഷൻ എന്ന ബൈബിൾ പ്രഘോഷണ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി മാറിയത്. തുടർന്ന് 1974 ടെക്സസിൽ ദൈവശാസ്ത്ര പഠനത്തിന് ചേർന്നു. പാസ്റ്ററായി ദൈവവചനം പ്രചരിപ്പിച്ചു. ടെക്സസിലെ ഒരു പള്ളിയിൽ 4 വർഷം വൈദികനായി ചേർന്നു. ബൈബിൾ പ്രഘോഷണ രംഗത്തുണ്ടായിരുന്ന ജർമ്മൻ പൗരയായ ഗിസലയെ വിവാഹം ചെയ്ത ശേഷമാണ് ഗോസ്പൽ ഫോർ ഏഷ്യ എന്ന സംഘടന ഭാര്യയുമായി ചേർന്ന് ആരംഭിച്ചത്. 1981 തിരുവല്ല ആസ്ഥാനമായി ഗോസ്പൽ ഫോർ ഏഷ്യയുടെ ചാപ്റ്റർ ആരംഭിച്ചു. 2003 ബിലീവേഴ്സ് ചർച്ച് എന്ന സഭയ്ക്ക് രൂപം നൽകി. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും ആതുര സേവന രംഗത്തുമെല്ലാം നിർണായകമായ കാൽവെപ്പുകളാണ് പിന്നീട് KP യോഹന്നാന്റെ നേതൃത്വത്തിലുള്ള സഭ നടത്തിയത്. 2017 ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് എന്ന് പേര് മാറ്റി. സഭയുടെ പ്രഥമ മെത്രാപ്പൊലീത്ത സ്ഥാനത്ത് അവരോധിതനായി. നന്മയുടെയും സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും ആൾരൂപമായ അത്തനേഷ്യസ് യോഹാൻ മെത്രാപ്പൊലീത്തയ്ക്ക് 24-ന്റെ ആദരാഞ്ജലി. റിസർച്ച് ഡെസ്ക് 24.